ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ ഈ ദൃശ്യപ്രപഞ്ചം, അതായത് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളും അവൻ വികസിപ്പിച്ചെടുത്ത സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസുമൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ വെറും 5% 5 to 10%, 5 മുതൽ 10% വരെ മാത്രമേ ഈ ലോകം ഉള്ളൂ. ബാക്കി അദൃശ്യമാണ് എന്നാണ്. അപ്പോൾ മുഴുവൻ ലോകത്തിൻ്റെയും 90 to 95% നമുക്കറിയാൻ വയ്യാത്ത അജ്ഞതയാണ്. അതായത് ഇന്ദ്രിയങ്ങൾ കണ്ടെത്തിയ ഉപകരണങ്ങൾക്കോ ഒന്നും കണ്ടെത്താൻ വയ്യാത്തതാണെന്നാണ്. ഇവിടെ ഇതേ സങ്കല്പം മറ്റൊരു രീതിയിൽ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യലഹരിയിൽ പറയുന്നുണ്ട്. ഈ ഭാരതീയർക്ക് അല്ലെങ്കിൽ വേദാന്തപരമായി എല്ലാം ജീവനാണ്, എല്ലാം ഡിവൈനാണ്, മദറാണ്. അപ്പം അതനുസരിച്ച് ആണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. സൗന്ദര്യലഹരിയിലെ 2ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു വിവരണമാണ്. ആ ശ്ലോകം ഇങ്ങനെയാണ്: തനീയാം സംവംസം തവചരണഭംഗേരുപവും വിരിഞ്ചിൻ സഞ്ജിന്നൻ വിരജയതി ലോകാനവികലം മഹത്യേന ശൗര്യം കഥമപി സഹസ്രേണ ശിരസാം ഹരസംശുദ്ധ്യൈനം ഭജതി വസുതോദ്ദുളനവിധിം. ഇതിൻ്റെ ഈ സൗന്ദര്യലഹരിയിലെ 100 ശ്ലോകങ്ങളും മഹാകവി കുമാരനാശാൻ മലയാള കവിതയായിട്ട് എഴുതിയിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ എന്ന് പറയാൻ പറ്റിയില്ല. അതിൽ ഈ ശ്ലോകത്തിൻ്റെ ഒരു കുമാരനാശാൻ്റെ കവിത പോലെ വായിക്കാം. നിൻ പാദാംഭോരുകത്തിന്നിളകിയ നിതരാം സൂക്ഷ്മമാം ധൂളിജാലം, നിൻ പാദാംഭോരുകത്തിന്നിളകിയ നിതരാം സൂക്ഷ്മമാം ധൂളിജാലം, ദേവിയുടെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്ന സൂക്ഷ്മമായ ധൂളി പൊടിയുടെ ജാലം. സമ്പാദിച്ചിട്ടു ദാതാ അഖിലഭുവനവും ദേവി സൃഷ്ടിച്ചിടുന്നു. ലോകം മുഴുവൻ, നമ്മൾ കാണുന്ന ഈ അണ്ഡകടാകം മുഴുവൻ, ഈ ഗാലക്സി ഉൾപ്പെടെയുള്ള എല്ലാം സൃഷ്ടിക്കുന്നത് ഈ പാദപാംസുക്കളിൽ നിന്നാണ്. നിൻ പാദാംബോരുകത്തിന്നിളകിയ നിതരാം സൂക്ഷ്മമാം ധൂളിജാലം, സമ്പാദിച്ചിട്ടു ദാതാ അഖിലഭുവനവും ദേവി സൃഷ്ടിച്ചിടുന്നു. അംബോജാക്ഷൻ പണിപ്പെട്ടതിനെ 1000 ശിരസ് കൊണ്ടുമാളും അമ്പിൽ ധൂളീകരിച്ചിട്ട് അവലവസിതമായി ഈശനും പൂശിടുന്നു. അംബോജാക്ഷൻ വിഷ്ണു വളരെ പണിപ്പെട്ട് തൻ്റെ 1000 ശിരസ് കൊണ്ട് ഈ ലോകത്തെ താങ്ങി നിർത്തുന്നതാണ്, സംരക്ഷിക്കുന്നതാണ് എന്നാണ്. ഇത് കണ്ടിട്ട് പരമശിവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭസ്മമാക്കി തൻ്റെ ശരീരമാസകലം പൂശുന്നു. അംബോജാക്ഷൻ പണിപ്പെട്ടതിനെ 1000 ശിരസ് 1000 കൊണ്ടും ആളുന്നു അമ്പിൽ ധൂളീകരിച്ചിട്ട് കൃപ തോന്നിയിട്ട്, വിഷ്ണുവിൻ്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് കൃപ തോന്നിയിട്ട് അമ്പിൽ ധൂളീകരിച്ചിട്ടമല ഭസിതമായി ഈശനും പൂശിടുന്നു, ശിവൻ പൂശിടുന്നതാണ്. അപ്പോൾ ദേവി ആരാണ്? നമ്മൾ ദേവി എന്ന് സങ്കല്പിക്കുന്ന ഇത് പ്രപഞ്ചം ദേവിയുടെ പാദധൂളി കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആധുനിക ശാസ്ത്രം പറയുന്നു 5% മുതൽ 10% വരെ ദൃശ്യപ്രപഞ്ചമുള്ളൂ. നമ്മുടെ സയൻസും മുഴുവൻ കണ്ടെത്തിയ ലോകം മുഴുവൻ എടുത്തു നോക്കിയാൽ ബാക്കിയുള്ളത് അജ്ഞാതമാണ്, നമുക്കറിയാൻ വയ്യ ഇന്ദ്രിയങ്ങൾ. അതിനവർ പറയുന്നു ഡാർക്ക് മാറ്റർ എന്ന. ഡാർക്ക് മാറ്റർ ഇരുണ്ട വസ്തു എന്നല്ല അതിൻ്റെ അർത്ഥം. ശരിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നു. ഈ പ്രപഞ്ചം എല്ലാം വന്ന് ഉപശമിക്കുന്നത് ഈ ഡാർക്ക് മാറ്ററിലാണ്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. സൂര്യൻ പോലും കത്തിത്തീരുമ്പോഴുണ്ടാകുന്ന ഒരു ഇതാണ് ഡാർക്ക് മാറ്റർ എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അറിയാൻ വയ്യാത്തതിനുള്ള ഡാർക്ക് മാറ്റർ. അത് നമ്മുടെ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്: അവ്യക്താവ്യക്തേ സർവപ്രഭവന്ത്യാരാഗമേ രാത്യാഗമേ പ്രലീയന്തി തത്രൈവ വ്യക്തസഞ്ജക. അവ്യക്തത്തിൽ നിന്ന് പ്രപഞ്ചം ഉത്ഭവിക്കുന്നു എന്നാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും
ഒരു ശാസ്ത്രത്തിനും കണ്ടെത്താൻ വയ്യാത്ത അവ്യക്തത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉത്ഭവിക്കുന്നത്. വ്യക്തമല്ലാത്തതേ അപ്പോഴേ സയൻസ് ഇരുണ്ട വസ്തു എന്ന് പറയുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അർത്ഥവത്തായ പദം ഏതാ? അവ്യക്തം എന്ന പദം തന്നെയാണ്. ഭാരതീയ ശാസ്ത്രമാണ്. നമ്മൾ ഇതൊക്കെ പറയുന്ന ഗീതയും വേദങ്ങളുമൊക്കെ ശരിക്കും ശാസ്ത്രമാണെന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഇപ്പോൾ ശ്ലോകം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വീണ്ടും സാരം: ദാതാവ്, അതായത് വിധാതാവ്, ദേവിയുടെ പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ധൂളികൾ ശേഖരിച്ച് ഈ പ്രപഞ്ചമാകെ സൃഷ്ടിച്ചു. വിഷ്ണു തൻ്റെ 1000 ശിരസ് കൊണ്ട് വളരെ പണിപ്പെട്ട് പ്രപഞ്ചത്തിനെ താങ്ങി നിർത്തുന്നു അഥവാ സംരക്ഷിക്കുന്നു എന്ന് സാരം. വിഷ്ണുവിൻ്റെ ഈ പെടാപ്പണി കണ്ടിട്ട് കൃപാലുവായ ശിവൻ പ്രപഞ്ചത്തെ ഭസ്മമാക്കി തൻ്റെ ശരീരമാസകലം പൂശുന്നു. അതിനെക്കുറിച്ചൊന്ന് വിചാരം ചെയ്യാം. വാസ്തവത്തിൽ എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? അനന്തമായ ഈ പ്രപഞ്ചമെന്ന അണ്ടകടാകം മുഴുവനും ദേവിയുടെ പാദധൂളികൾ കൊണ്ട് സൃഷ്ടിച്ചതാണ് എന്ന്. കോടാനുകോടി നക്ഷത്രങ്ങളും സൂര്യചന്ദ്രാദികളും ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം ദേവിയുടെ ചൈതന്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ നിസ്സാരം എന്ന് കാണിക്കുകയാണ് ഈ ശ്ലോകത്തിൻ്റെ ഉദ്ദേശം. വീണ്ടും ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളിലേക്ക് കടന്നാൽ അത്ഭുതാവഹമായ താതാത്മ്യമാണ് ഇവിടെ കാണുന്നത്. പ്രപഞ്ചത്തിൻ്റെ അകത്തോ പുറത്തോ ഒന്നും തന്നെ ശൂന്യമെന്നൊരു പറയുന്ന വസ്തു ഇല്ല. ശൂന്യമെന്ന് നാം കരുതുന്ന സ്ഥലം ആകെ ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നുവെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. വാക്വം എനർജി എന്നാണ്, നിർവാത ഊർജം എന്ന് ഇതിനെ പറയുന്നു. ഡാർക്ക് മാറ്റർ എന്ന അജ്ഞാത വസ്തുവിനാൽ ശൂന്യാകാശം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്നും 10% മാത്രമാണ് പ്രപഞ്ചമായി രൂപം പൂണ്ടിരിക്കുന്നത് എന്നും ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തുന്നു. അതായത് ഏതാണ്ട് 90% ഡാർക്ക് മാറ്റർ എന്ന ഇരുണ്ട ദ്രവ്യമാണെന്നോ. ഇത് തന്നെ കൃത്യമായി തൂക്കിയടന്ന് നോക്കിയതൊന്നും അല്ലല്ലോ. പ്രപഞ്ചത്തിൻ്റെ നിസ്സാരത കാണിക്കാൻ ഒരു കണക്ക് പറഞ്ഞു എന്നേയുള്ളൂ. അനന്ത സൃഷ്ടിയുടെ ഒരു കണം മാത്രമായ മനുഷ്യന് ഈ അനന്തതയെ എങ്ങനെ അളക്കാൻ കഴിയും? ഇനിയും ഡാർക്ക് മാറ്റർ എന്നാൽ എന്താണ്? ഇരുണ്ട ദ്രവ്യം, കറുത്ത വസ്തു എന്ന് പറഞ്ഞാൽ മതിയോ? തങ്ങളുടെ നിരീക്ഷണങ്ങളുടെ ഫലമായി ഉണ്ടായ ഒരു അനുമാനം, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ മുൻപോട്ട് എറിയുമ്പോൾ ആ എറിഞ്ഞ വസ്തു തിരിച്ചു വരുന്നു, പക്ഷെ മുൻപിലൊന്നും കാണാനും സാധിക്കുന്നില്ല. ഇങ്ങനെ മുൻപോട്ടെറിഞ്ഞുമ്പോൾ ഒരു ബോൾ തിരിച്ചു വരുന്നു, മുൻപിൽ ഒന്നും കാണാനുമില്ല, എന്തോ മുൻപിൽ ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞൻ അനുമാനിക്കുന്നു. വസ്തു ഉണ്ട്, പക്ഷേ അതിൻ്റെ സ്വരൂപമോ സ്വഭാവമോ ഒന്നും അറിയില്ല. അതിനാൽ അതിനെ ഇരുണ്ട ദ്രവ്യം എന്ന് പറയുന്നു. അവ്യക്താത് വ്യക്തിയ സർവപ്രഭവന്ത്യാരാഗമേ എന്ന ശ്ലോകം ഇവിടെ വായിച്ചു നോക്കുക. ബ്രഹ്മത്തിൻ്റെ അവ്യക്താവസ്ഥയിൽ നിന്നും ബ്രഹ്മപകലിൻ്റെ ആരംഭത്തിൽ പ്രപഞ്ചമുണ്ടായതായും ബ്രഹ്മരാത്രിയുടെ ആരംഭത്തിൽ പ്രപഞ്ചം അവ്യക്തത്തിൽ തന്നെ ലയിച്ചില്ലാതാകുന്നു എന്നും ശ്ലോകം പറയുന്നു. ഇവിടെ ഇരുണ്ട ദ്രവ്യം എന്ന വാക്ക് അവ്യക്തമെന്ന പദത്തിന് തുല്യം എന്നല്ല, ഇരുണ്ട ദ്രവ്യത്തേക്കാൾ കൂടുതൽ അർത്ഥവത്താണ് അവ്യക്തം പദം എന്ന് കാണാം. ഈ വേദാന്ത വിചാരം എൻ്റേതാണ്, ശിവകുമാർ അയത്തിലേടാണ്. ഇത് കുറേയൊക്കെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൃഷ്ണഭക്തനായ യേശു എന്നൊരു പേജുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പലതും വായിക്കാൻ സാധിക്കും.